മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ് ഏകലവ്യൻ. ഗുരുഭക്തിക്ക് ഇത്രയും പേര് കേട്ടിട്ടുള്ള വേറെ ഒരാളെ പറ്റി നമുക്ക് അറിയില്ല. അപ്പം ആ ഏകലവ്യനെ പറ്റിയിട്ട് ചുരുക്കം വാക്കുകളിൽ പ്രതിപാദിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏകലവ്യൻ നിഷാദരാജന്റെ കനിഷ്ഠപുത്രൻ, വില്ലാളി വീരൻ അവനേകലവ്യൻ. കാട്ടാളരിൽ ശ്രേഷ്ഠനവന്റെ നാമം, കേൾക്കാത്തവർ പാരിതിരില്ല ചൊല്ലാം. അസ്ത്രപ്രയോഗാശമുഴുക്കമൂലം നിഷാദബാലൻ ഗുരുസൗധമെത്തി. ആചാര്യനാം ദ്രോണരെ ആദരിച്ചു, തന്നാശമന്ദം ഗുരു മുന്നിൽ വെച്ചു. ഇതെന്തു കഷ്ടം, അധമൻ വരുന്നു ധനുർവിദ്യയാകെ മലിനപ്പെടുത്താൻ. കാട്ടാള ബാലന്റെ ദുരാഗ്രഹം കണ്ടാചാര്യനും തോന്നി അവജ്ഞപാരം. പൊയ്ക്കൊള്ളുവാൻ ആജ്ഞ കൊടുത്തു ഭവ്യൻ, കുമാരകന്മാരെ തൊടാതെ വേഗം. വിഷണ്ണനായെങ്കിലും ആഗതൻഹ, നിരാശനായില്ല ശിവപ്രസാദാൽ. ചെമ്മണ്ണുകൊണ്ടാശു ഗുരുസ്വരൂപം നിർമ്മിച്ചു വെച്ചാൻ അവനങ്കണത്തിൽ. അതിനു മുന്നിൽ ഭയഭക്തിയോടെ അസ്ത്രപ്രയോഗം ബഹുധാ തുടങ്ങി. അജ്ഞാതമായുള്ളൊരദൃശ്യ ശക്തി അക്കൊച്ചു യോദ്ധാവിനു വീര്യമേകി. അനന്യസാധാരണ യുദ്ധതന്ത്രം സ്വായത്തമാക്കി കഠിനശ്രമത്താൽ. ക്രമാലവൻ അർജുന തുല്യനായി, അഹോ മഹാദേവ ഗുരുപ്രസാദാൽ. കുമാരകന്മാരവർ പാണ്ഡുപുത്രർ, നായാട്ടിനായിട്ടൊരു സുപ്രഭാതം. വേട്ടയ്ക്കു വേണ്ടുന്ന ഒരുക്കുകൂട്ടി സന്തോഷപൂർവം വിപിനെ ഗമിച്ചു. മുന്നിൽ ഗമിച്ചുള്ളൊരു സാരമേയം സ്തംഭിച്ചു നിന്നാൻ ഭയവിഭ്രമത്താൽ. കൺമുന്നിൽ നിന്നീടിന കാടനോടായി കുരച്ചുകൊണ്ടാശു കുതിച്ചു ചാടി. തുറന്നു വെച്ചുള്ളൊരു ശ്വാനവായിൽ കൂരമ്പുകൾ 7 തറച്ചു മ്ലേച്ഛൻ. നായെ തിരഞ്ഞെത്തിയ പാണ്ഡവന്മാർ വില്ലാളിയെ കണ്ടുപിടിച്ചു വെക്കം. നിഷാദനെ വേണ്ട വിധം പുകഴ്ത്തി ജിജ്ഞാസയോടെ അരുൾ ചെയ്തു പാർത്ഥൻ. ഭവാന്റെ പേരും ഗുരുവിന്റെ പേരും അറിഞ്ഞിടാനാഗ്രഹമുണ്ടു പാരം. ആചാര്യനാമം ചെവികൊണ്ട നേരം സ്തംഭിച്ചു നിന്നാർബദ പാണ്ഡവന്മാർ. തലക്കനം കൂടുതലുള്ള പാർത്ഥൻ പാരം വിയർത്തു, മിഴികൾ നനഞ്ഞു. നായാട്ടുപേക്ഷിച്ചു കുമാരകന്മാർ മടങ്ങി വന്നു ഗുരുമന്ദിരത്തിൽ. ആചാര്യനെ കൂട്ടി തിരിച്ചു വന്നു, വില്ലാളി വീരന്റെ ഗൃഹത്തിലെത്തി. കാട്ടാള യോദ്ധാവിനെ കണ്ട മാത്ര ആചാര്യ ചിന്ത പുറകോട്ടു പാഞ്ഞു. ആരാണു നിന്റെ ഗുരുനാഥനുണ്ണി, എങ്ങുന്നു നേടി ധനുർവിദ്യ ബാല. ആചാര്യപാദത്തിൽ നമിച്ച ശേഷം ചൂണ്ടി വിരൽ ആ പ്രതിമയ്ക്കു നേർക്കായി. എന്താണു നിൻ ദക്ഷിണയെന്നു ചൊല്ലൂ, ഏതൊന്നുമാവാം ഭഗവാൻ വിധിക്കൂ. അസ്ത്രം തൊടുക്കാൻ അനിവാര്യമേതോ, അക്കൈ വിരൽ നൽകുവതല്ലേ കാമ്യം. ഒട്ടും മടിക്കാതെ വിരൽ മുറിച്ചു കാണിക്ക വെച്ചു ഗുരുവിനു മുന്നിൽ. കാർകൊണ്ടലിൽ നിന്നു പുറത്തു വന്ന അർക്കാഭ പോലെ വിജയൻ വിളങ്ങി. അഹോ കുമാര ഗുരുവായി നീയും, ഞാനോ വെറും ശിഷ്യനുമായി മാറി. നിൻ കീർത്തി എന്നും ഉയരട്ടെ പാരിൽ, മുപ്പാരിനും നീയൊരു പാഠമാകും.
യുദ്ധം മൊഴിഞ്ഞു ഗുരുദ്രോണാചാര്യർ നിസ്തേജനായി മെല്ലെ നടന്നു നീങ്ങി. ഗുരുവിൻ്റെ കൺകൾ വെടിനീരണിഞ്ഞു, ശിഷ്യന്റെ കയ്യിൽ നിണമൂറി വന്നു. കൃതാർത്ഥരായി ഗുരു ശിഷ്യരേറെ പിരിഞ്ഞുപോയി, ശുഭയാത്ര ചൊല്ലി